ലിയോ, ഈ കണക്ഷനിൽ എന്തോ ഒരു ഹെസിറ്റേഷൻ ഉണ്ട്, എന്തോ ഒരു ബ്ലോക്ക് ഉണ്ട്, പക്ഷെ റീസൺ ക്ലിയർ അല്ല. ഈ റീസൺ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് ഇപ്പൊ നിങ്ങളുടെ റീഡിംഗ് തുടങ്ങാം. എന്താ മെസ്സേജസ് പറയണെന്ന് റീഡിംഗിൽ കാണാം. അപ്പൊ ലിയോ, എന്താണ് നിങ്ങളുടെ ഓവറോൾ എനർജി നമ്മൾക്ക് നോക്കാം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ലിയോ. അപ്പൊ എല്ലാവർക്കും എല്ലാ മെസ്സേജസ് റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണത് എടുക്കുക, റെസൊനേറ്റ് ആവാത്തത് ലെറ്റ് ഗോ ചെയ്യുക. ഇത് ലിയോ സൺ സൈൻ, മൂൺ സൈൻ, നക്ഷത്രം എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. നിങ്ങൾക്കൊരു പേഴ്സണൽ റീഡിംഗ് വേണം വെച്ചാൽ നിങ്ങൾക്ക് കണക്ട് ചെയ്യാം. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. അപ്പം ലിയോ, ഇവിടെ ഞാൻ കാണുന്നത് കിങ് ഓഫ് പെൻറ്റിക്കിൾസ് ആണ് നിങ്ങളുടെ ഓവറോൾ എനർജി ആയിട്ട് വന്നിരിക്കണേ. ഈ മാസം നിങ്ങൾ കുറേ ഒരു സ്റ്റേബിൾ എനർജിയിലാണ്. നിങ്ങൾക്കൊരു ലോങ് ടേം പ്ലാൻ ഉണ്ട്. നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ എല്ലാം ഒരു ലോങ് ടേം വെച്ചിട്ടാണ്, ഫ്യൂച്ചർ ആലോചിച്ചിട്ടാണ് അങ്ങനെ നിങ്ങൾ ആക്ഷൻ എടുക്കുന്നത്. അപ്പോൾ ആദ്യം ഇവിടെ ഒരു പ്ലാനിങ് എനർജി കാണാണ്ട് നിങ്ങൾ എന്തോ പ്ലാൻ ചെയ്യണോ. മേ ബി ഈ റിലേഷൻഷിപ്പിൻ്റെ ഫ്യൂച്ചർ ഉണ്ടാവുമോ, ഇതെങ്ങനെയാണ് മുമ്പോട്ട് കൊണ്ടുപോകണ്ടേ, അതൊക്കെ ആയിരിക്കും നിങ്ങൾ മനസ്സിൽ പ്ലാൻ ചെയ്യുന്നുണ്ടാവുക. പക്ഷെ നിങ്ങൾക്ക് ഒരു പേഴ്സൺ ഇഷ്ടമാണ്. ഇവിടെ റൊമാൻറ്റിക് എനർജി കാണാണ്ട്. പക്ഷെ നിങ്ങൾക്ക് അറിയില്ല ഈ സമയത്ത് ഇത് മുമ്പോട്ട് പോവോ ഇല്ലേ എന്ന് അറിയില്ല. ഫീലിങ്സ് ഉണ്ട്, കുറെ ഫ്ലേർട്ടിങ് ഉണ്ട്. പക്ഷെ ഇത് ഒരു ഫ്യൂച്ചർ ഉണ്ടോയെന്ന് ആ തീരുമാനം ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. ഈ പേഴ്സന്റെ ഓവറോൾ എനർജിയിൽ 2 ഓഫ് കപ്സ് ആണ്. അവർക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറെ ഫീലിങ്സ് ഉണ്ട്. അവരുടെ ഇമോഷൻസും ഫീലിങ്സും നിങ്ങളുടെ മാതിരി തന്നെ അവർ മാച്ച് ചെയ്യുന്നുണ്ട്. അവർ ഓൾറെഡി ഈ റിലേഷൻഷിപ്പിൽ ഒരു ഫ്യൂച്ചർ പ്ലാൻ ചെയ്യണു. അവർ നിങ്ങളുടെ കൂടെ കുറെ ഹാപ്പിയാണ്. പക്ഷെ ഇതൊരു പുതിയ തുടക്കമായിരിക്കും. എന്ന് വെച്ചാൽ അത്ര സമയം ആയിട്ടുണ്ടാവില്ല. അവർ കുറെ എക്സൈറ്റഡ് ആണ് ഒരു പുതിയ തുടക്കത്തിന് വേണ്ടിയിട്ട്. കറണ്ട് എനർജി നിങ്ങൾ രണ്ടാളുടെയും 2 ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. ഇതൊരു ഇംബാലൻസിന്റെ എനർജിയാണ്. ഈ ഇംബാലൻസ് ഉണ്ടാവണ കാരണം എന്താ വെച്ചാൽ ചില പ്രാക്ടിക്കൽ ഇഷ്യൂസ് ആയിരിക്കാം. അതല്ല വെച്ചാ പറഞ്ഞ പോലെ എന്തോ പ്രാക്ടിക്കൽ പ്രോബ്ലംസ് ഉണ്ടാവും. അതല്ല വെച്ചാൽ ജോലിയുടെ പ്രശ്നമായിരിക്കും. ജോലിയും റിലേഷൻഷിപ്പ് രണ്ടും നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്ത സ്ഥിതിക്ക് അത്ര സമയം കിട്ടുന്നുണ്ടാവില്ല. ഈ റിലേഷൻഷിപ്പിനെ പറഞ്ഞ ഒരുമിച്ച് സമയം സ്പെൻഡ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാവില്ല. ഇവിടെ വേറെ ഒരു എംപ്രസ് എനർജി കാണാണ്ട്. എംപ്രസ് എനർജി ഇവിടെ ഒരു സിംഗിൾ പേരന്റ് ആവാം. അപ്പൊ നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് രണ്ടാളും ഒരു സിംഗിൾ പേരന്റ് ആവാം. ഇല്ലച്ചാൽ നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് ഒരു പേഴ്സൺ ഒരു സിംഗിൾ പേരന്റ് ആവാം. ഒരു പേഴ്സന്റെ എനർജി ഇവിടെ കുറെ നർച്ചറിങ് ആണ്, ഓക്കെ, കുറെ ലവിങ് ആണ്. പക്ഷെ മറ്റേ പേഴ്സന്റെ എനർജി കുറച്ചുകൂടിയും ഒരു പ്രാക്ടിക്കൽ എനർജിയാണ്. അതും ഒരു പ്രോബ്ലം ആവാം. പ്രോബ്ലം എന്ന് പറയില്ല, പക്ഷെ അതൊരു ഇംബാലൻസ് ക്രിയേറ്റ് ചെയ്യണ എനർജി ആവാം. എന്താ വെച്ചാൽ രണ്ടാളുടെയും നേച്ചർ വേറെ വേറെയാണ്. അപ്പോൾ നിങ്ങൾ ഈ സിറ്റുവേഷനിൽ ഒരു പേഴ്സൺ കുറെ ഓപ്പൺ ആണ്, മറ്റേ പേഴ്സൺ അത്ര ഓപ്പൺ അല്ല, പറഞ്ഞാൽ റിസർവ്ഡ് ആണ് കുറച്ച്. അപ്പൊ എന്താണ് ഇവിടെ ആൻഡ് ഇവിടെ സ്റ്റാർ വന്നിട്ടുണ്ട്. അപ്പൊ സ്റ്റാർ ഇതിന്റെ മുമ്പേ പാസ്റ്റില് നിങ്ങൾ രണ്ടാളുടെയും റിലേഷൻഷിപ്പ് അത്ര ഒരു സ്മൂത്ത് ആയിരുന്നില്ല, ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന്ന് നിങ്ങൾ ഹീൽ ചെയ്യാൻ നോക്കുകയാണ്. അങ്ങനെയും ആവാം. അപ്പൊ എന്തായാലും നമ്മൾക്ക് നോക്കാം നിങ്ങളുടെ പാസ്റ്റിൽ എന്താ ഉണ്ടായെന്ന്. പാസ്റ്റിൽ 6 ഓഫ് wands, chariot, 7 of cups. അപ്പോൾ പാസ്റ്റിൽ ഈ റിലേഷൻഷിപ്പിൽ ഞാൻ കാണുന്നത് ഒരു ക്ലാരിറ്റി ഉണ്ടായിരുന്നില്ല. ഓക്കെ, നിങ്ങൾ രണ്ടാളും ഫ്രണ്ട്സ് ആയിരിക്കാം. പാസ്റ്റിൽ നിങ്ങൾ രണ്ടാളും ഒരു റിലേഷൻഷിപ്പിലായിരുന്നില്ല. മേ ബി ഇതൊരു കാഷ്വൽ റിലേഷൻഷിപ്പ് ആവാം. ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടായിരുന്നില്ല. ഇവിടെ വേറെ ആൾക്കാർ കാണാണ്ട്. അപ്പോൾ ഇവിടെ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു രണ്ടാൾക്കും. അതല്ല ഒരു പേഴ്സൺ അറ്റ്ലീസ്റ്റ് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. പക്ഷെ അതുകൊണ്ട് ഈ സിറ്റുവേഷനിൽ ഒരു ക്ലാരിറ്റി ഉണ്ടായിരുന്നില്ല. ഇത് സീരിയസ് ആണോ അല്ലേ
അങ്ങനത്തെയൊക്കെ ഇഷ്യൂസ്, ചെറിയ ചെറിയ പറഞ്ഞാൽ തുടക്കത്തിൽ ഉണ്ടാവുന്ന ഇഷ്യൂസ് ആയിരിക്കാം ഇത്. അപ്പൊ എന്താണ് ഇപ്പോഴത്തെ നിങ്ങളുടെ ഫീലിങ്സ് ഈ പേഴ്സണ് വേണ്ടിയിട്ട്? ഹെർമിറ്റ്. ഞാൻ കാണുന്നത് ഇപ്പോഴും നിങ്ങളുടെ സൈഡിൽ നിന്ന് ലിയോ നിങ്ങൾക്ക് മുഴുവനെ ഓപ്പൺ അപ്പ് ആവാൻ പറ്റില്ല. കുറേയൊക്കെ ഫീലിങ്സ് നിങ്ങൾ ഇപ്പോഴും മറച്ചു വെക്കുകയാണ്. നിങ്ങൾ ഈ പേഴ്സണെ മിസ് ചെയ്യുന്നുണ്ട്. അവരെ കുറിച്ച് കുറേ നിങ്ങളുടെ മനസ്സിൽ പറഞ്ഞാൽ നിങ്ങൾ എപ്പോഴും അവരെ കുറിച്ച് തന്നെയാണ് ആലോചിക്കണത്. പക്ഷെ എവിടെയോ എക്സ്പ്രസ് ചെയ്യണ സമയത്ത് അത് പുറത്തു വരില്ല. ഓക്കെ, അത് നിങ്ങളുടെ നേച്ചർ ആവാം. ഈ പേഴ്സൻ്റെ ഫീലിങ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ജഡ്ജ്മെൻ്റ് ആണ്. അവർക്ക് ഇപ്പോൾ ഒരു തീരുമാനം എടുക്കാറായി. പറഞ്ഞാൽ അവർ ഒരു ഡിസിഷൻ എടുത്തിരിക്കണു. പക്ഷെ അവർക്ക് നിങ്ങളും ഒരു ഡിസിഷൻ എടുക്കണം എന്നാണ് അവരുടെ മനസ്സിലുള്ളത്. അവർ നിങ്ങളെ ഒരു സോൾമേറ്റ് ആയിട്ടാണ് കാണുന്നത്. അവർക്കൊരു ഫ്യൂച്ചർ വേണം, മാരേജ് വേണം, കുട്ടികൾ വേണം. അതൊക്കെയാണ് അവരുടെ പ്ലാൻ. അവർ നിങ്ങളെ ഒരു ലോങ് ടേം പാർട്ട്ണറായിട്ടാണ് കാണുന്നത്. നിങ്ങളുടെ ഇൻറ്റൻഷനിൽ 9 of Wands ആണ് ലിയോ. നിങ്ങൾക്കൊരു പേടിയുണ്ട് എവിടെയോ കമ്മിറ്റ് ചെയ്യാൻ. ഈ പേഴ്സൻ്റെ ഇൻറ്റൻഷൻ വീൽ ഓഫ് ഫോർച്യൂൺ. ഇവർ ആക്ച്വലി നിങ്ങൾക്ക് സമയം കൊടുക്കാൻ ശ്രമിക്കണമെന്ന് വെച്ചാൽ അവർക്ക് അറിയാം നിങ്ങളുടെ സൈഡിൽ നിന്ന് കുറച്ചൊരു ബ്ലോക്ക് ഉണ്ടെന്ന്. അപ്പോൾ അവർ കുറേ പേഷ്യൻ്റ്ലി വെയിറ്റ് ചെയ്യാൻ തയ്യാറാണ്. ഈ റിലേഷൻഷിപ്പിൽ അവർ കുറേ ഇമോഷണൽ ആയിട്ടാണ് കാണുന്നത് ഞാൻ. അപ്പോൾ അവർക്ക് ആ വെയിറ്റ് ചെയ്യാനുള്ള കുഴപ്പമില്ല. പക്ഷെ അറ്റ് സം പോയിന്റ് ഞാൻ കാണുന്നത് അവർക്ക് ആ ഒരു റെസ്റ്റ്ലെസ്നെസ് വരും. എന്താ വെച്ചാൽ ഇവിടെ ഒരു ക്ലാരിറ്റി ഇല്ലാണ്ട് അവർക്കും കുറേ സമയം വരെ പോകാൻ പറ്റില്ല. ടവർ എനർജി ഉണ്ട് ഇവിടെ. അവർക്കൊരു സഡൻ ചേഞ്ച്, മാറ്റം ഞാൻ കാണേണ്ടി വരുന്നുണ്ടെന്ന്. എന്ന് വെച്ചാൽ അവർക്ക് എന്തെങ്കിലും ഒരു ക്ലാരിറ്റി വേണം എന്നുണ്ടാവും. നിങ്ങളുടെ ഫ്യൂച്ചർ ആക്ഷൻ 3 of Cups ആണ്. അപ്പോൾ നിങ്ങൾക്ക് പേടിയുണ്ട്, സ്ട്രെസ് ഉണ്ട്. നിങ്ങൾ എന്താ വേണ്ടതെന്ന് നിങ്ങൾക്ക് അറിയില്ല. മനസ്സിൽ നിങ്ങൾക്ക് അറിയാം ഓക്കെ ഈ പേഴ്സൺ എനിക്ക് വേണ്ടിയിട്ട് നല്ല ഒരു പാർട്ട്ണർ ആയിരിക്കും എന്ന്. പക്ഷെ അതുണ്ടായിട്ടും കുറേ സ്ട്രെസ് ഉണ്ട്, ഓവർ തിങ്കിങ് ഉണ്ട്. ഈ പേഴ്സൻ്റെ എന്താ വെച്ചാൽ അവർ കുറച്ച് സമയം വരെ വെയിറ്റ് ചെയ്യും. പക്ഷെ അത് കഴിഞ്ഞാൽ ഒരു ഇമോഷണൽ ഡിസ്റ്റൻസ് വരുമ്പോൾ അവർക്കും തോന്നും ഇത് ചിലപ്പോൾ നിങ്ങൾ സീരിയസ് അല്ല എന്ന്. എന്താ വെച്ചാൽ ഇവിടെ Knight of Wands ആണ്. അപ്പോൾ അവർ ഓൾറെഡി അങ്ങനെയാണ് ആലോചിക്കണത്. അത് നിങ്ങൾ സീരിയസ് അല്ല, നിങ്ങൾ കമ്മിറ്റഡ് അല്ല, നിങ്ങൾക്ക് കാഷ്വൽ ആയിട്ട് തന്നെയാണ് കൊണ്ടുപോകേണ്ടത്, എനിക്ക് ഒരു സീരിയസ് കണക്ഷൻ വേണം. അപ്പം അതുകൊണ്ട് ചിലപ്പോൾ ഈ പേഴ്സൺ ഈ റിലേഷൻഷിപ്പ് വേണ്ടാന്ന് തീരുമാനിക്കാനുള്ള ചാൻസ് ഉണ്ട്. അത് പക്ഷേ നിങ്ങൾ ക്ലിയർ ആക്കിയ ആ പ്രശ്നം വരില്ല. പക്ഷെ ഇവിടെ നിങ്ങളും ഒന്നും തുറന്ന് സംസാരിക്കാത്തതുകൊണ്ട് അവർക്കും അറിയില്ല നിങ്ങളുടെ എന്താ ഇൻറ്റൻഷൻ ഉള്ളതെന്ന്. അപ്പം എന്താണ് ഇവിടെ ഔട്ട്കം? ഈ റിലേഷൻഷിപ്പിൻ്റെ ഔട്ട്കം കിങ് ഓഫ് കപ്സ് ആണ്. അപ്പം നിങ്ങൾ ഡീൽ ചെയ്യണത് ഈ പേഴ്സൺ പൈസീസ്, ക്യാൻസർ, സ്കോർപ്പിയോ ആവാം. ഇവിടെ ഹാർട്ട് ബ്രേക്ക് ആണ് ഞാൻ കാണുന്നത്. എസ്പെഷ്യലി അവരുടെ ഭാഗത്തിൽ ഞാൻ കാണുന്നത് എന്തോ അവർ കുറേ ഡിസപ്പോയിൻറ്റഡ് ആണ്. എന്താ വെച്ചാൽ ഇതുവരെ നിങ്ങളൊന്നും പറഞ്ഞില്ല, ഇതുവരെ നിങ്ങളൊന്നും ഒരു തീരുമാനം എടുക്കാൻ നിങ്ങൾക്ക് പറ്റിയില്ല. അപ്പോൾ ഇവിടെ ഒരു സിംഗിൾ എനർജി ഉണ്ട്. പക്ഷെ അവർ ആക്ച്വലി ഹാപ്പി അല്ല. ഓക്കെ, അവർ വെയിറ്റ് ചെയ്യാൻ ചിലപ്പോൾ തയ്യാറായിരിക്കും. പക്ഷെ അതിലും ഒരു ലിമിറ്റ് ഉണ്ടല്ലോ, കുറേ ഇങ്ങനെ വെയിറ്റ് ചെയ്യില്ല. അപ്പോൾ എവിടെയോ അവർ ഹാപ്പി അല്ല, കുറേ വിഷമമുണ്ട്. ഇപ്പോൾ ഇത് വേണമെച്ചാൽ റിവേഴ്സും ആവാം. ഓക്കെ, ഇതിപ്പോൾ നിങ്ങളല്ല ഈ കമ്മിറ്റ്മെൻറ്റ് ഇഷ്യൂ ഉള്ള പേഴ്സൺ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിവേഴ്സ് ചെയ്യാം സൈഡ്സ്. ഞാൻ യൂഷ്വലി റൈറ്റ് സൈഡാണ് ആ സൈന് എപ്പോഴും റൈറ്റ് സൈഡിലാണ് വെക്കാറ്. ആൻഡ് മറ്റേ പേഴ്സൺ എപ്പോഴും ഈ സൈഡിലാണ് വെക്കാറ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെച്ചാൽ അത് റിവേഴ്സ് ചെയ്യാം, അതിലൊന്നും കുഴപ്പമില്ല. ചിലപ്പോൾ ചില സമയത്ത് ചിലവർ മെസ്സേജ് ഇത് പറയാറുണ്ട്, ഇത് റിവേഴ്സായി, എൻ്റെ സൈഡ് ഇതായിരുന്നു. അങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങനെ ആയിക്കോട്ടെ, നിങ്ങൾ അങ്ങനെ കരുതിയാൽ മതി. എന്താ വെച്ചാൽ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ഓക്കെ, എല്ലാവർക്കും വേറെ വേറെ സൈഡ്സ് ആയിരിക്കും. നിങ്ങളുടെ സൈഡ് എന്താ വെച്ചാൽ നിങ്ങൾ തീരുമാനിക്കുക. യു ആൻഡ് ഐ വർ ടു യങ്. അപ്പം ഇവിടെ ഈ പേഴ്സൺ പറയണത് യു ആൻഡ് ഐ വർ ടു യങ്, ഐ വിഷ് ഐ ഹാഡ് ട്രീറ്റഡ് യു ബെറ്റർ. ഓക്കെ, അപ്പോൾ ഇവർക്കും ചില റിഗ്രറ്റ്സ് ഒക്കെ ഉണ്ട് മനസ്സിൽ. എന്താണ് ഇവിടെ ഒറക്കിൾ മെസ്സേജ്?
റിട്രീറ്റ്, ഇറ്റ്സ് ടൈം ടു ഡിസ്കണക്ട് ഫ്രം ദ വേൾഡ്. അപ്പോൾ യൂണിവേഴ്സ് പറയണത് നിങ്ങൾ കുറച്ചൊരു സമയം എടുത്ത് ഈ സിറ്റുവേഷനിൽ ക്ലാരിറ്റി കൊണ്ടുവരാനാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ പൈസീസ്, ക്യാൻസർ, സ്കോർപ്പിയോ സൈൻസ് കുറേ ഉണ്ട്. വെർഗോ ഉണ്ട്, അക്വേരിയസ് ഉണ്ട്, ലീബ്ര, ടോറസ് ഉണ്ട്, ജെമിനൈ ഉണ്ട്. അപ്പോൾ അങ്ങനെ കുറേ സൈൻസ് ഇവിടെ കാണാണ്ട്. ഇത് നിങ്ങൾക്ക് റെസൊനേറ്റ് ആയിട്ട് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പേഴ്സണലായിട്ടൊരു റീഡിംഗ് വേണം വെച്ചാൽ എന്നെ കോൺടാക്ട് ചെയ്യുക. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യുമ്പോഴാണ് ഞാൻ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് ഷെയർ ചെയ്യുക. എല്ലാം എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസൊക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിംഗ് കൊണ്ടുവന്ന്. അതുവരെ ടേക്ക് കെയർ.